ഇന്നിപ്പോൾ 2023 അവസാനിക്കാൻ പോകല്ലേ, അപ്പം ഈ കൊല്ലം നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റുമോ? ഈ കൊല്ലം കുറേ സംഭവങ്ങൾ നടന്നല്ലോ. ഒറ്റയടിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എല്ലാ മാസവും നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഹെഡ്ലൈൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് മതിയോ? ഓക്കെ, ഇന്ന് ജനുവരിയിൽ തുടങ്ങാം. ജനുവരിയിലാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിലേക്ക് നടന്ന് ജോഡോ യാത്ര നടത്തിയത്. ആദ്യം കുറച്ച് ട്രോളുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവരും അംഗീകരിച്ചു, കൂടുതൽ ജനശ്രദ്ധയൊക്കെ കിട്ടി. ഫെബ്രുവരിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലാണ് 2018 പ്രളയത്തിൽപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ലൈഫ് മിഷൻ പദ്ധതി ആരംഭിച്ചത്. അതിനകത്ത് മറ്റേ ശിവശങ്കർ അകപ്പെട്ട് കുറേ കോഴ കേസൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാർച്ചിലേക്ക് വരുമ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ RRR എന്നുള്ള സിനിമയിലെ നാട്ടു നാട്ടു എന്നുള്ള പാട്ടിന് ഒറിജിനൽ സോങ് വിഭാഗത്തിൽ ഓസ്കാർ കിട്ടും. MM കീരവാണി നമ്മുടെ മലയാളത്തിലും സംഗീത സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ബാഡ് ന്യൂസ് എന്ന് പറയുന്നത് കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീ പിടിച്ച് കുറേ നാൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏപ്രിലേക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് അരിക്കൊമ്പൻ്റെ കാലമായിരുന്നു. സോഷ്യൽ മീഡിയ ഫുള്ള് ഭരിച്ചുകൊണ്ടിരുന്ന അരിക്കൊമ്പനായിരുന്നു. അരിക്കൊമ്പന് വേറെ ഫാൻ ബേസ് വരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എവിടെയൊന്നും ഒരു ഐഡിയ ഇല്ല. ഒത്തിരി ഫാൻസ് അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ കുറേ നാൾ അതിൻ്റെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് മെയ്യിലേക്ക് വരുമ്പോഴാണ് പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ചെങ്കോലൊക്കെ ഉറപ്പിച്ച് അങ്ങനെ ഫുൾ ഒരു രാജകീയ സെറ്റപ്പിലായിരുന്നു. പിന്നെ ജൂണിലേക്ക് നോക്കുകയാണെങ്കിൽ സൗജന്യ ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് K-Phone പദ്ധതി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിൻ കൂട്ടിയിടിച്ച് ഒത്തിരി പേര് മരണപ്പെട്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ജൂലൈയിലേക്ക് നോക്കിയാലാണ് ജൂലൈയിൽ നമ്മുടെ ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത് ജൂലൈയിലാണ്. പിന്നെ മറ്റൊരു കാര്യം സംഭവിച്ചത് ഉമ്മൻചാണ്ടിയുടെ മരണമാണ്. അപ്പം കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് ഇതുവരെ കൊടുത്തിട്ടില്ലാത്തൊരു വിലാപയാത്രയാണ് കേരളം ഉമ്മൻചാണ്ടിക്ക് കൊടുത്തത്. അതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയ കാര്യമായിരുന്നു. ഈ ചന്ദ്രയാൻ 3 ചന്ദ്രയാനിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് നടത്തിയത് ഓഗസ്റ്റിലായിരുന്നു. ഈ ചന്ദ്രയാൻ 3 എത്തിയതോടുകൂടി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് എത്തുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയും ചെയ്തു. പിന്നെ ഓഗസ്റ്റിൽ തന്നെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നു. ബിപിൻ റാവു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് എഴുന്നേറ്റ് കുറേ ട്രോളുകളൊക്കെ മാറിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് സെപ്റ്റംബറിലേക്ക് വരുമ്പോൾ സെപ്റ്റംബറിലാണ് 2000ന്റെ നോട്ട് ഒരു സുപ്രഭാതത്തിൽ പിൻവലിക്കുന്നതും. അത് കുറേ നാൾ പിന്നെ അതിൻ്റെ പുറകെയായിരുന്നു. പിന്നെ ലോക്സഭയിലും നിയമസഭയിലും വനിതാ സംവരണം 33% ആക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ സെപ്റ്റംബറിലാണ്. ഒക്ടോബറിലാണ് നമ്മൾ കുറേ നാൾ കേൾക്കാണ്ടിരുന്ന യുദ്ധം എന്ന് പറഞ്ഞൊരു വാക്ക് കേൾക്കുന്നത്, ഇസ്രായേൽ ഗാസ യുദ്ധം. പിന്നെ ഒക്ടോബർ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കളമശ്ശേരി സ്ഫോടനം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിനെ പിടിച്ചു വിളിക്കൊരു സംഭവം, ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. അത് നടന്നത് നമ്മുടെ നവംബറിലാണ്. 3 പേര് അറസ്റ്റിലാവുന്നു. അതിലൊരു യൂട്യൂബർ അടക്കം ഒരു 20-22 പ്രായമുള്ള ഒരു പെൺകുട്ടി, യൂട്യൂബർ അടക്കമുള്ള ഒരു പെൺകുട്ടി, ഒരു ഫാമിലി അറസ്റ്റിലാവുന്നു. അത് ഭയങ്കര വാർത്താ പ്രാധാന്യമൊക്കെ നേടി. അതിൽ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ കേസിൽ. നമ്മൾ തന്നെ അതിൽ ചെയ്ത വീഡിയോയിൽ അത്യാവശ്യം വ്യൂ ഉണ്ടായിരുന്നു. പിന്നെ നവംബറിലാണ് കുസാറ്റ് ദുരന്തം നടക്കുന്നത്. കുറേ കുട്ടികൾ 4 പേര് മരിക്കുന്നു, കുറേ പേർക്ക് അപകടം സംഭവിക്കുന്നു. പിന്നെ ഡിസംബറിലായിരുന്നു സംഭവബഹുലമായ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതെ, ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങളായിരുന്നു. അത്രയും വാർത്താ പ്രാധാന്യം കിട്ടിയ മാസമാണ് ഡിസംബർ. നമ്മുടെ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മറിയക്കുട്ടി ചട്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയതും അത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് ഓഫ് ദി ഇയർ ഒക്കെ ആയിരുന്നു പറയുന്നത്. പിന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ്, ഇതുവരെ കാണാത്ത രക്ഷാപ്രവർത്തനം, പുതിയ ബസ്, പിന്നെ ഡോക്ടർ ഷഹനയുടെ സ്ത്രീധന കേസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ. ഇതെല്ലാം കഴിഞ്ഞ് 2024ലേക്ക് വരുമ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് അറിയണം. പിന്നെ മണിപ്പൂർ കലാപം, ഗാസ ഇസ്രായേൽ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം, അതുപോലെയുള്ള യുദ്ധങ്ങൾ അവസാനിക്കുമെന്ന് അറിയണം. അപ്പോൾ പുതിയ വർഷം ഈ യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധികളില്ലാതായി എല്ലാം സന്തോഷമുള്ള വാർത്തകൾ മാത്രമായിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം.